ഒരു സമയത്ത് അമേരിക്കൻ മുഴുവൻ മസിൽ കാറും കൊണ്ട് തിങ്ങി നിൽക്കുകയായിരുന്നു. അതിന്റെ ഇടയിലേക്ക് ഒരു രാജാവ് പോലെ ഒരുത്തൻ കടന്നു വരുന്നു. അതാണ് ഡോഡ്ജിന്റെ ചലഞ്ചർ. 1969 ക്ലൈസർ കമ്പനി ഒരു വലിയ തീരുമാനമെടുത്തു. ഫോർഡ് മസ്താങ്, ഷെവർലെ കമാരോ പോലെയുള്ള കാറുകളോട് മത്സരിക്കാൻ അവരുടെ ഡോഡ്ജ് ബ്രാൻഡിൽ നിന്ന് പുതിയൊരു കാർ പുറത്തിറക്കണം. അങ്ങനെയാണ് ഡോഡ്ജിന്റെ ചലഞ്ചർ വരുന്നത്. 1970കളിൽ ആദ്യമായി ചലഞ്ചർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. ചെറിയ 6 സിലിണ്ടർ മുതൽ വലിയ V8 ഹെമി വരെ എഞ്ചിൻസ് ചലഞ്ചറിൽ കിട്ടുമായിരുന്നു. സൗണ്ടും പവറും കൊണ്ട് മസിൽ കാറിന്റെ ശരിക്കും ഒരു ഫേസ് ആയി മാറി. പക്ഷെ 1980കളിൽ ഫ്യൂൽ ക്രൈസിസ് വന്നപ്പോൾ റൂൾസ് എല്ലാം കർശനമായി. അങ്ങനെ മസിൽ കാറുകളൊക്കെ പതിയെ ഡൗൺ ആയി തുടങ്ങി. പിന്നീട് 1983 കൂടി ചലഞ്ചറിന്റെ പ്രൊഡക്ഷനും നിർത്തേണ്ടി വന്നു. ആ സമയത്ത് ഇത് പല മസിൽ കാർ ആരാധകരെയും നിരുത്സാഹപ്പെടുത്തി. കാലങ്ങൾ കടന്നുപോയി. 2008 ക്ലൈസർ വീണ്ടും ഡോഡ്ജ് ചലഞ്ചറിനെ തിരികെ കൊണ്ടുവന്നു. റെട്രോ സ്റ്റൈൽ ഡിസൈനും പുതിയ ടെക്നോളജിയും എല്ലാം ഒരുമിച്ച് പഴയ കാലത്തെ മസിൽ കാർ ലുക്കും എന്നാൽ മോഡേണും കംഫർട്ടും കൂടി കൊണ്ടുവന്നപ്പോൾ ഫാൻസിന് ഇത് കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ 2015 വന്ന ഡോഡ്ജ് ചലഞ്ചർ ഹെൽകാറ്റ് കാറാണ് ലോകത്തിനെ ഞെട്ടിച്ചത്. 707 ഹോഴ്സ് പവർ ഉള്ള ഒരു സൂപ്പർ ചാർജ്ഡ് V8 എഞ്ചിൻ മസിൽ കാർ ഹിസ്റ്ററിയിലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാറായി മാറി. പിന്നീട് 2023 കൂടി അവര് ചലഞ്ചർ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ ഇന്നും ചലഞ്ചർ എല്ലാ മസിൽ കാർ പ്രേമികളുടെയും ഒരു ഇഷ്ടവാഹനമാണ്. നിങ്ങൾക്ക് ഡോഡ്ജിലെ ഏറ്റവും ഇഷ്ടമുള്ള കാർ ഏതാണെന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കല്ല്.